അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് നമ്മുടെ ഫ്രീ അറബിക് കാലിഗ്രഫി ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ഡേയ്സ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതാണ് കാണിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് എങ്ങനെ കാലിഗ്രഫിയിൽ എഴുതാമെന്നാണ്. ഒരുപാട് മോഡൽ കാലിഗ്രഫിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് വരുന്നുണ്ട്. നമ്മൾ ഒരു മോഡലാണ് നോക്കുന്നത് കേട്ടോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണ് എഴുതുന്നത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ചെറിയ ലൈന് വരച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുകൾക്കാണ് എഴുതുന്നത്. ആദ്യം ലാം അലിഫാണ് എഴുതുന്നത്. ലാം അലിഫിന് ലാം എഴുതി കൊടുത്തു. അലിഫ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് എഴുതുക കേട്ടോ. ഇനി അടുത്തത് ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ഒരു അലിഫാണ്. ഈ അലിഫ് ഈ ലാമിനെക്കാട്ടി കുറച്ചുകൂടെ മുകൾക്കായിട്ടാണ് എഴുതുന്നത്. അലിഫ് എഴുതി കൊടുത്തു. വീണ്ടും നമ്മളൊരു ലാം എഴുതാനുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നാണല്ലോ. അപ്പം വീണ്ടും ഒരു ലാം, അത് ഈ വീണ്ടും ഒരു ലാന്നാണ്. ആ ലാം നമ്മൾ ഇതിൻ്റെ കുറച്ച് മുകൾക്കായിട്ടാണ്, അതായത് ഈ അലിഫിനെയും കാട്ടി കുറച്ചൊന്ന് മുകൾക്കായിട്ടാണ് കൊടുക്കുന്നത്. ലാ ഇലാഹ എന്നാണ്. അപ്പോൾ ലാമിൻ്റെ കൂടെ തന്നെയാണ് ആഹും കൂടി കണക്റ്റാക്കി എഴുതാണ്. എഴുതി കൊടുത്തു. ഇനി നമ്മളിവിടെ അല്ലാ ലാ ഇലാഹ എന്നായി ഇവിടെ ഒരു ലൈന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് അല്ലാന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഒരു ലൈന് വരച്ചു കൊടുത്തു. എന്നിട്ട് ഈ ലാമിൻ്റെ കുറച്ച് മുകൾക്കായിട്ട് അല്ലാന്ന് എഴുതി കൊടുക്കുകയാണ്. നമ്മൾ ഇന്നലെ പഠിച്ച അല്ലാ എന്നുള്ളതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹാ ആണ് നമ്മളിവിടെ ചേർക്കുന്നത്.
ഇനി ഇലാഹ എന്നുള്ളതിൻ്റെ ലാമിന് നീട്ടാനുള്ളത് ഇവിടെ കൊടുക്കുകയാണ്. ലാമിന് നീട്ടാനുള്ള അലിഫ്. ഈ അലിഫിന് നമ്മൾ ഹിലീൻ താജൊന്നും കൊടുക്കുന്നില്ല. ഇവിടുന്ന് ഒരു ഇല്ലല്ലാ എന്നുള്ളതിൻ്റെ ഒരു അലിഫുണ്ട്. ഈ അലിഫിന് നമ്മൾ ഹിലീൻ താജും കൊടുക്കുന്നില്ല. ഈ ലാമിന് ഹിലീൻ താജും കൊടുക്കുന്നില്ല. നമ്മൾ അല്ലാ എന്നുള്ളതിൻ്റെ ഹാഹ് കൊടുക്കുകയാണ്. അങ്ങനൊരു ഹാഹ് കൊടുത്തു. ഇവിടെ അല്ലാ എന്നുള്ളതിനൊരു അലിഫുണ്ട്. അത് ഇവിടെ നിന്ന് ഈ അലിഫിന് നമ്മൾ ഹിലീൻ താജ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഈ ലാമിനൊരു അലിഫ്, ലാമന് ഒരലിഫ്, അതേപോലെ ഈ ലാമനും ഒരലിഫുണ്ട്. ഇത് ഇവിടുന്ന് ഈ ലാമനും ഒരലിഫ്. ഈ അലിഫിന് നമ്മൾ ഹിലീൻ താജ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഈ അല്ലാ എന്നുള്ളതിൻ്റെ ഇതിൻ്റെ താഴെ വന്ന അലിഫിനൊന്നും ഹിലീൻ താജ് ഇട്ട് കൊടുത്തിട്ടില്ല. ബാക്കി പുറത്തൊക്കെ വന്ന അലിഫിനൊക്കെ ഹിലീൻ താജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്നായി. ഇനി മുഹമ്മദ് റസൂലുള്ളാ എന്നാണ് എഴുതുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടുന്ന് മുഹമ്മദ് റസൂലുള്ളാ എന്നുള്ളതിന് ഈ ഹാഹം നമ്മൾ കുറച്ച് നീട്ടി കൊടുക്കണം. വീണ്ടും ഇവിടെ ഒരു മീമിട്ട് കൊടുത്തു. മുഹമ്മദ് എന്നുള്ളതിന് ഈ വരക്കുന്നത് ദാലാണ് മുഹമ്മദ്. നമ്മൾ റസൂലുള്ളാ എന്നുള്ളത് എഴുതിയിട്ടില്ല. അപ്പോൾ എന്താ ചെയ്യുക, 2mm കലമ്, ചെറിയ നിബിളുള്ള കലമ് വെച്ചിട്ട് നമുക്കിവിടെ ഇതിൻ്റെ ഉള്ളിലായിട്ട് റസൂലുള്ളാ എന്നുള്ളത് എഴുതി കൊടുക്കാം.
ഇപ്പം റസൂലുള്ള എന്നുള്ളതും ആയി. ഈ അള്ള അലിഫിനൊക്കെ എന്ത് ചെയ്യുക, ഇലിയും താജുകളും ഇട്ട് കൊടുക്കാം. നമുക്കതിനെ ഹർക്കത്ത് ഇട്ടാൽ, ഹർക്കത്ത് തഷ്കീൽ തസ്നിയത്തൊക്കെ ഇട്ടാൽ ഒന്നുകൂടി ഭംഗിയായിട്ട് കിട്ടും. ഇങ്ങനെ നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടുന്ന സിമ്പിൾസുകളുടെ പേരാണ് തസ്നിയാത്ത്. നമ്മൾ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾസുകൾ ഇടുക. ഇതിന് ഓരോരോ സിമ്പിൾസിനും ഓരോരോ പേരുണ്ട്. നമ്മൾ ഫ്രീ ക്ലാസ്സിൽ എല്ലാം കൂടി പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇവിടെ ഇല്ലല്ലാ എന്നുള്ളതിനൊരു ശ്രദ്ധയുണ്ട്. നമ്മൾ റസൂലുള്ള എന്നുള്ളതിനും കൂടി ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറിയ കലമ ഇട്ട് എഴുതിയാൽ നമ്മൾ ഈ കലമിൻ്റെ നിബ്ബ് വെച്ചിട്ടാണ് ഇതിന് ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കുക. കലമിൻ്റെ ഒരു സൈഡ് നിബ്ബ് വെച്ചിട്ടാണ് ചെറിയ കലമേറ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റിയാണ് ഇപ്പോൾ എഴുതിയത്. ഈ തഷ്കീൽ തസ്നിയത്തൊക്കെ ഇട്ടിട്ട് റൗണ്ട് ഷേപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അതുപോലെ
അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ക്ലാസ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളത്.